ഫാത്തിമ എന്ത് നല്ല സ്ത്രീയാണ്. ഒരു നിലവറയ്ക്കുള്ളിൽ കൊണ്ടിട്ട് പൂട്ടിയിട്ടു. കുടിക്കാൻ കുറേ രക്തവും നൽകി. ഒടുക്കം ഒരു മോൺസ്റ്ററിനെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് സുഖപ്രസവം വരെ നടത്തുന്നതിന് കൂടെ നിന്ന എൽജിനോട് നമ്മുടെ നാട്ടിലെ ആരായാലും കുനിച്ചെറുത്തി കൂമിടിക്കത്തേ ഉള്ളൂ. പക്ഷേ ഇവൾ എൽജിനെ പിന്നീട് ആദ്യമായി കാണുമ്പോൾ അവനൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏട്ടത്തി നല്ല കെയറിങ്ങാ. കിച്ചണിലേക്ക് ഫാത്തിമ വരുമ്പോൾ അവനോട് ഒറ്റയ്ക്കിരിക്കുവാണ്. നടന്ന സത്യങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് ബോയിഡ് താക്കീത് നൽകിയതായി അവൻ ഫാത്തിമയെ അറിയിക്കുമ്പോൾ അവൾക്കും അത് ശരിയായി തന്നെയാണ് തോന്നുന്നത്. ഫാത്തിമ പറയുന്നുണ്ട് അവൾക്ക് എൽജിനോട് വെറുപ്പൊന്നും തോന്നുന്നില്ല. കാരണം ഈ സ്ഥലം തങ്ങൾ രണ്ടുപേരെയും വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചതാണെന്ന് അവൾക്ക് ബോധ്യമായി. രക്ഷപ്പെടാമെന്നുള്ള അന്ധവിശ്വാസത്തിൽ അവൻ ചെയ്തു കൂട്ടിയതല്ലേ ഇതൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഫാത്തിമ അവനെ സമാനിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ തമ്മിൽ വൈരാഗ്യമൊന്നും ഉണ്ടാകാൻ പോകണില്ല. ഒരുപക്ഷെ ടൗണിലെ ശക്തികൾ ഇവർ തമ്മിലടിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കാം. എന്തായാലും ഇവിടെ സമാധാനം ഉണ്ടാകുമ്പോൾ ഇനി നോക്കേണ്ടത് എല്ലിസിൻ്റെ കാര്യമാണ്. ഭാര്യയെ തട്ടിക്കൊണ്ട് മാനസികമായി പീഡിപ്പിച്ചതിന് അവൻ എന്തായാലും ഓങ്ങി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ രണ്ടുപേർക്കും ഇനി ഒരിക്കലും ഈ സ്ഥലത്ത് പഴയതുപോലെ നിൽക്കാനാകില്ലെന്ന് എൽജിനെ വ്യക്തമായി കഴിഞ്ഞു. ഫാത്തിമയ്ക്ക് ഇപ്പോൾ എൽജിനെ കൊണ്ടൊരു സഹായം അത്യാവശ്യമാണ്. അതെന്താണെന്ന് അറിയും മുന്നേ 2 പിതാക്കന്മാരുടെ ഫ്യൂണറൽ, അതാണ് നമ്മളിനി വൈകാതെ കാണാൻ പോകുന്നത്. ഈദിൻ്റെയും ജൂലിയുടെയും അച്ഛനായ ജിം, പിന്നെ സോഫിയുടെ അച്ഛനാണത്ര അച്ഛൻ എന്ന് നാട്ടുകാരെല്ലാം കരുതിയിരിക്കുന്ന ആ പാസ്റ്റർ. കെന്നിയുടെ നേതൃത്വത്തിൽ മരിയലും ക്രിസ്റ്റിയും ചേർന്ന് പാസ്റ്ററുടെ ശരീരം പുതപ്പിക്കുമ്പോൾ അക്കോസ്റ്റ തലേ ദിവസം ആ നിയന്ത്രണം വിട്ട സംഭവത്തിന് ശേഷം ബോയിഡിൻ്റെ ഷെരീഫ് സ്റ്റേഷനിലെ സെല്ലിലാണ്. ഒരു ഗ്യാപ്പില്ലാതെ തലവേദന മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഷെരീഫിന് തീർച്ചയായും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. അയാൾ എഴുന്നേൽക്കുന്നതും ഒരു ദുസ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ്. അത് പക്ഷേ ആബിയുടേതാണ്. ഇപ്പോൾ അക്കോസ്റ്റ പരിഭ്രാന്തി സൃഷ്ടിച്ച പോലെ അതിലും തീവ്രമേറിയൊരു സാഹചര്യമായിരുന്നു അന്ന് ആബി അവിടെ നടത്തി കൂട്ടിയത്. ജനങ്ങളെല്ലാം വെടിവെച്ച് കൊന്ന ശേഷം മകൻ എല്ലിസിന് നേരെ തിരിഞ്ഞതും ബോയിഡിന് ആ ഒരു ക്ഷണത്തിൽ ആബി നിർത്തിക്കാൻ വേറൊരു വഴിയുമില്ലായിരുന്നു, അവരെ വെടിവെച്ചിടുക എന്നതല്ലാതെ. ആ ഒരു ട്രോമയുടെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി നിൽക്കുന്ന ബോയിഡ് നേരെ ചെല്ലുന്നത് അക്കോസ്റ്റയ്ക്കടുത്തേക്കാണ്, കാട്ടിക്കൂട്ടിയതിൻ്റെയൊക്കെയും വിശദീകരണം തേടിയിട്ട്. അക്കോസ്റ്റയുടെ മൈൻഡ് നോക്കിയാൽ അവൾ കുറച്ച് നാളുകളായിട്ടുണ്ടെങ്കിലും നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ധാരണയും സീരിയസ്നെസ്സും വ്യക്തമായി തിരിച്ചറിഞ്ഞതും ഇപ്പോഴാണ്. ആരും വിശ്വസിക്കാത്ത പോലെ ഒരു ലൂപ്പിൽ കുടുങ്ങി വീണ്ടും വീണ്ടും ടൗണിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരുന്നു. കരുതിയിരുന്ന പോലെ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന റിയലൈസേഷൻ ഇപ്പോൾ അക്കോസ്റ്റയെ വേട്ടയാടുന്നതോടൊപ്പം തന്നെ ക്രിസ്റ്റി പറഞ്ഞ കാര്യമല്ലേ, അവളെപ്പോലെ മുന്നേയും ഇതുപോലെ പലരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് എടുത്തു ചാടി പോയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അവസാനിച്ചത് ഒന്നിലാണ്, മരണത്തിൽ. ഇപ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. അക്കോസ്റ്റ മരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അക്കോസ്റ്റയ്ക്ക് സമാനം ഒന്നുമില്ല താനും. ക്രിസ്റ്റിക്കോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുക എന്ന് ചിറഞ്ഞു നിൽക്കുന്ന ബോയിഡിനോട് ഒരു വെടിയുണ്ട് തരാൻ അപേക്ഷിക്കുകയാണ്. നല്ല കുറ്റബോധമുണ്ട് അക്കോസ്റ്റയ്ക്ക്. മുന്നേ എടുത്തു ചാടിപ്പോയവരെ പോലെ താനും എവിടെയെങ്കിലും പോയി മരിച്ചോളാം, ഉൾക്കാട്ടിലേക്ക് പോയി ആർക്കൊരു ശല്യവും വരുത്താതെ ഒഴിഞ്ഞോളാമെന്ന് അവൾ ബ്രേക്കാവുകയാണിപ്പോൾ. എന്തായാലും ഇത്രയും നാൾ മനസ്സിൽ വെച്ച് കിടന്ന അഹംഭാവത്തിനും അഹങ്കാരത്തിനുമെല്ലാം അക്കോസ്റ്റയ്ക്ക് ഒരു ഫലം കണ്ടിരിക്കുകയാണ്. കെന്നി കാറിൽ നിന്ന് പാസ്റ്ററുടെ കുറച്ച് ബിലോങ്ങിങ്സ് എടുത്തു വന്നിട്ട് ഇനി ബോഡി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് നിൽക്കെ സോഫിയ അവസാനമായി ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ ഒഴിപ്പിച്ചിട്ട് സ്മരണാർത്ഥം ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി. പാസ്റ്ററുടെ ഒരു അണപ്പല്ല പിഴുതം എടുക്കുവാണ്. വളരെ ഉപകാരമുണ്ടാക്കിയ ഒരാളുടെ ഓർമ്മയ്ക്കായി മാനിന്നയിലേക്ക് എന്തേലും ഒന്ന് വേണ്ടേ? അതോ ഇനി അത് വെച്ച് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നമുക്കിനി അറിയാം. കാരണം കേവലം കൈവച്ചിട്ട് ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള ആളല്ലേ. അങ്ങനെ ശുഭകരമല്ലാത്ത മറ്റൊരു പ്രഭാത കാഴ്ചകൾ. കഴിഞ്ഞ രാവിലെ ജിമ്മിൻ്റെ ഡെഡ് ബോഡിയാണ് കണിയെങ്കിൽ ഇന്നത്തെ കാഴ്ച 2 പേരുടെ സംസ്കാരവും. ഷെഡിൽ നിന്നും കിട്ടിയ സ്യൂട്ടും ധരിപ്പിച്ച് ഈദനെയും ജൂലിയും കൊണ്ട് തബീത്ത വരുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ ഒരു പ്രധാന ആളില്ല, ജെയ്ഡ്. കുറച്ചു മുന്നേ ബോയിഡ് അവനെ വിളിക്കാൻ ചെന്നതായിരുന്നു. ആ സമയത്ത് പുള്ളി ധ്യാനത്തിലായിരുന്നു. ഓ അല്ല, പാവത്തിൻ്റെ തല മൊത്തം പൊങ്ങിയിരിക്കുക. ഒരു വഴിയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കുമ്പോൾ ബോയിഡ് തൽക്കാലത്തേക്ക് ഇതിനൊരു ഇടവേള കൊടുത്ത് തല റിലാക്സ്ഡ് ആക്കാൻ പറയുന്നുണ്ട്, ഫ്യൂണറലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട്. പക്ഷേ അവൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല. ജിമ്മിൻ്റെ മരണം അത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. പിന്നെ തബീത്തയുമായിട്ടുള്ള അവസാന മീറ്റിങ്ങും സുഖമുള്ളതായിരുന്നില്ലല്ലോ. എന്തായാലും ഇപ്പോൾ തബീത്തയ്ക്കും കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാം വേണ്ടി എന്തേലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടാനുള്ള ടെൻഷനിലാണ് ജെയ്ഡ്. ഹെൻറി മുന്നേ ഒരിക്കൽ ജെയ്ഡിനോട് പറഞ്ഞിരുന്നു അയാൾ മിറണ്ടയുമൊത്ത് ഡ്രഗ് യൂസ് ചെയ്യാറുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് അവർക്ക് എന്തൊക്കെയോ ടൗണുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ വന്നതെന്നും. അതുപോലെ ഒരു ഡ്രഗ് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് യവൻ ഇപ്പോൾ ബോയിഡിനോട് ചോദിക്കുകയാണ്. ഏത്? അത് വലിച്ചു കയറ്റിയിട്ട് മനസ്സിൽ ഇനിയും മൂടിക്കിടക്കുന്ന ഓർമ്മകൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാലോ എന്ന് ചോദിച്ചുകൊണ്ട്. കൊള്ളാലോ മോൻ്റെ ബുദ്ധി. എന്തായാലും ബോയിഡ് അതിനൊന്നും നിൽക്കുന്നില്ല. ജെയ്ഡ് എങ്ങോട്ടൊന്നുമില്ലാതെ ഇറങ്ങിപ്പോകും മുന്നേ ഒരു കാര്യം ബോയിഡ് ഓർപ്പിക്കുന്നുണ്ട്. നോളജ് കംസ് അറ്റ് എ കോസ്റ്റ്. തൊഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. അതുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും പഴയതിനേക്കാൾ വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അങ്ങനെ അവിടുന്നാണ് ബോയിഡ് ആ ചടങ്ങിലേക്ക് എത്തുന്നത്. ഡോണയും ഒപ്പമുണ്ട്. ജിംബോയിൻ്റെ നല്ല വിഷമം അവരുടെ മുഖത്ത് കാണാം. സോഫിയ ആഹാ മാച്ചിങ് ആയിട്ടുള്ള മഞ്ഞ പൂവൊക്കെ പിടിച്ച് കെന്നിയോട് ചേർന്ന് തന്നെ നിൽക്കുവാണ്. വൈകാതെ തബീത്തയും മക്കളും എത്തുന്നതിന് പിറകെ ബോയിഡ് തുടങ്ങുകയാണ്. നമുക്കാർക്കും ഇനിയും ഉൾക്കൊള്ളാനാകാത്തൊരു ദിവസമാണിത് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതും അവിടെ ഇതുവരെ കണ്ടില്ലാത്ത പോലെ കാക്കകൾ വന്ന് നിറയുകയാണ്.
ഒരു കാലൻ കാക്ക ബോയ്ഡിന് മുന്നിലേക്ക് വരുന്നതിന് പിറകെ അവിടെ ആ എണ്ണം കൂടി എല്ലാവരെയും അതിശയിപ്പിക്കുന്ന പോലെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അധികം വൈകിപ്പിക്കാതെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഡൈനറിൽ മൂകരായിരിക്കുമ്പോഴാണ് അവിടേക്ക് വിക്ടർ എത്തുന്നത്. ജിമ്മിൻ്റെ മരണത്തിന് ശേഷം അവൻ ഈതനുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ. ആശ്വസിപ്പിക്കാനെന്നോണം അവൻ ഈതന് കൊടുക്കുന്നത് ഒരു ഡ്രോയിങ് ആണ്. ജിമ്മും കുടുംബവും ഒരുമിച്ച് നിൽക്കുന്ന പോലുള്ള സ്കെച്ച്. ഈതൻ കാലൊടിഞ്ഞ് നിന്ന സമയത്ത് എപ്പോഴോ വരച്ചതാണ്. വേറൊരു കാര്യം, ഇതെല്ലാം അവിടെ ഇരുന്ന് സോഫിയും വീക്ഷിക്കുന്നുണ്ട്. കെന്നി അവൾക്ക് കുടിക്കാനൊക്കെ കൊടുത്തിരിക്കെ ഇങ്ങനെ കാക്കകൾ വരുന്നത് ഇതാദ്യ സംഭവമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മുന്നേ സേറ പറഞ്ഞ കാര്യം അവൾ എടുത്തിടുകയാണ്. ബോയ്ഡ് ടാലിസ്മാനെ കണ്ടെത്തിയ ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതാണെന്നും പിന്നെ എപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ കെന്നി ഓർമ്മിച്ചെടുക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ മരണത്തോടെയാണ് വീണ്ടും മരണം അടിക്കടി ഉണ്ടാവാൻ തുടങ്ങിയത് എന്നാണ്. ജിമ്മും കുടുംബവും എത്തിയൊരു സമയം കൂടിയായിരുന്നു അതെന്ന് പറഞ്ഞിരിക്കെ അപ്പുറത്തെ ടേബിളിൽ ഈതൻ ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ ഒരു താല്പര്യം കാട്ടുന്നില്ല. വിക്ടറിനൊപ്പം കോളനി ഹൗസിലേക്ക് പൊക്കോട്ടോ എന്ന് ചോദിക്കുന്നു. ടാബി ആദ്യം വേണമെന്ന് പറയുന്നതിലും ഈതൻ്റെ മാനസികാവസ്ഥ കണ്ട് വിടുമ്പോൾ വിക്ടറുടെ നല്ല മനസ്സ് വെച്ച് അവൻ പറയുന്നുണ്ട്, ഈതന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. കൈൻറ്റ് വിക്ടർ. ബോയ്ഡ് ഇതിനിടയ്ക്ക് വന്ന് കെന്നി ഒന്ന് വിളിച്ചിട്ട് സോഫിയുടെ മാനസികസ്ഥിതി എന്താണെന്നൊക്കെ ചോദിച്ചു നിൽക്കെ ജോലി നോക്കുമ്പോൾ തൻ്റെ ഏകദേശം സെയിം ഫീലിംഗ് ആയിരിക്കും ഇപ്പോൾ സോഫിയയ്ക്കും. അതുകൊണ്ട് അവളോടൊന്ന് സംസാരിക്കുമെന്ന് പോയി ടേബിളിനടുത്തിരിക്കെ എന്നാൽ അത് നല്ല രീതിക്ക് പോകുന്നുമില്ല. ടൗണിലേക്ക് ജിമ്മും ഫാമിലിയും വന്നതിന് ശേഷമാണ് ഇങ്ങനെ അനിഷ്ടങ്ങൾ നടക്കുന്നതെന്ന് കെന്നി പറഞ്ഞു വെച്ചുള്ള സോഫിയുടെ കുത്തൽ. അത് ജൂലിയിൽ പ്രകോപനം ഉണ്ടാക്കി അവളെ വെച്ച് സോഫിയുമായി വഴക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവിടെ തമ്മിലെടുപ്പിക്കാനുള്ള വഴിവെട്ടുമാണ് ഈ മാൻ ഇൻ യെല്ലോ. കെന്നിയാണ് ഇങ്ങനെ പറഞ്ഞെന്ന് ജൂലിയോട് പറയുമ്പോൾ അതെന്നാൽ അവൻ ആ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പക്ഷേ ഇപ്പോൾ അത് അവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പുറത്തേക്കിറങ്ങി പോകുന്ന ജൂലിയെ താബി സമാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ മഞ്ഞമയമാണ് മൊത്തത്തിൽ. തൊട്ടടുത്ത് തന്നെ നല്ലൊരു മഞ്ഞ കാറും കിടപ്പുണ്ടല്ലോ. എന്തായാലും മാൻ ഇൻ യെല്ലോയുടെ ഇൻഫ്ലുവൻസ് ടൗണിലെ ജനങ്ങൾക്കുള്ളിൽ കൂടി വരികയാണ്. തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി വിക്ടർ പുതിയ സെറ്റപ്പൊക്കെ ഇതിന് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ റൂംമേറ്റ് ഉണ്ടല്ലോ, ഹെൻറി. ഒരാൾ കൂടി ഒപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിലോ ചോദിക്കണമെങ്കിലോ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് ഈദിനെയും ആശ്വസിപ്പിക്കുന്നു. നിനക്കെന്തെങ്കിലും പറയണമെങ്കിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു തരത്തിൽ ഈദിന് പറ്റിയൊരു മൊമെൻ്റാണ്. ജിം മുന്നേ RVക്ക് എടുത്ത് വെച്ച് പറഞ്ഞ ആ ലേക്ക് ഓഫ് ടീയേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ. പണ്ടുകാലം മുതലെയുള്ള വിക്ടറിന് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ചാൻസ് ഉണ്ട്. എന്നങ്ങനെ ടൗണിൽ എവിടെയെങ്കിലും ലേക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിക്ടറിന് അതറിയില്ല. പക്ഷേ കുറച്ച് മാറി ഒരു നീരൊഴുക്കുണ്ടെന്നറിയാം, ബ്രണ്ടിൽസ്. ഏത് നമ്മൾ മുന്നേ എല്ലിസും ഫാത്തിമയൊക്കെ പോകാറുള്ളതായി കണ്ട ആ ജലാശയം. ഇപ്പോൾ ലേക്കിനെ കുറിച്ച് അറിയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിക്ടർ ചോദിക്കുന്നെങ്കിലും ഈതൻ അവിടേക്ക് കൊണ്ടുപോകാൻ അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ വിക്ടറിന് ആ സ്ഥലം ഇഷ്ടമല്ല. അവിടെയുള്ള വെള്ളമൊന്നും കൊള്ളില്ലെന്ന് ഒഴിവ് കഴിവ് പറഞ്ഞു നിൽക്കെ ഈതൻ എന്നാൽ പിന്നെ ഞാൻ സ്വയം കണ്ടുപിടിച്ചോളാമെന്ന് നിൽക്കുന്നു. വിക്ടർ ഒരിക്കലും ഇപ്പോൾ ഈതനെ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറല്ല. അവിടേക്ക് എത്തിച്ചാൽ കാര്യം പറയാമെന്നങ്ങനെ ഈതൻ വിക്ടറുമൊത്ത് ആ ബ്രണ്ടിൽസിലേക്ക് എത്തുമ്പോഴോ ഒരു തവള കിടക്കണ പോലെ വെള്ളത്തിന് മീതെ അങ്ങനെ കിടക്കുവാണ് ജെയ്ഡ്. എന്തെങ്കിലും ക്ലൂ കിട്ടാൻ വേണ്ടി കിടക്കുവാണ് മൂപ്പര്. മെഡിറ്റേഷൻ. ഈതന് ഈ ജലാശയം കണ്ടിട്ടൊന്നും തോന്നില്ല. തിരികെ പോകാമെന്ന് നിൽക്കുകയാണ് വിക്ടർ നിർബന്ധിക്കുന്നതിനെ തുടർന്ന് ലേക്ക് ഓഫ് ടീയേഴ്സിനെ കുറിച്ച് പറയുന്നത്. മുറിവുകളും വേദനയും ഒക്കെ ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരു ലേക്ക്. ഈതൻ്റെ മനസ്സിൽ തോന്നിയ ഒന്നായിരുന്നുവെങ്കിലും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പിതാവ് ജിമ്മ് തന്നോട് പറഞ്ഞു. അതും കഴിഞ്ഞ ദിവസം RVക്ക് എടുത്ത് വെച്ച്. ചിലപ്പോൾ ആ ലേക്കിലൂടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിലോ എന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വിക്ടർ ഇത് കേട്ടിട്ട് ജിമ്മിനെ എങ്ങനെ കണ്ടു എന്നൊന്നും അതിശയപ്പെടാതെ നേരെ എന്നാൽ പിന്നെ ആ ലേക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ ജെയ്ഡിൻ്റെ സഹായം ചോദിക്കാമെന്നങ്ങനെ അവനെ വിളിക്കുവാണ്. ഈതൻ ജിമ്മിനെ കണ്ട കാര്യം പറഞ്ഞപ്പോൾ വിക്ടറിന് അത് വണ്ടറുണ്ടാക്കാൻ കാര്യം എന്തായിരിക്കും? എന്തായാലും ഒരു മനസ്സമാനത്തിന് വേണ്ടി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കിടക്കാമെന്ന് വെച്ചാൽ അവിടേക്കൊരു മാരണങ്ങൾ കയറി വരുമെന്നുള്ള മൂശാട്ടയാണ് ജെയ്ഡിന്. വിക്ടറിൻ്റെ ആ ഡ്രോയിങ് തബീത്തെ എത്തിക്കുന്നത് വീണ്ടും ലൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള ചിന്തയിലേക്കാണ്. ജൂലിക്ക് കുറച്ച് സ്പേസ് കൊടുത്ത് വീട്ടിലേക്കെത്തി ആ ഡ്രോയിങ് ഡ്രോവറിലിട്ട് വെക്കുമ്പോഴാണ് മുമ്പൊരിക്കലും വിക്ടർ കാട്ടിയ ഡ്രോയിങ്സും അതിലെ ലൈറ്റ് ഹൗസ് ചിത്രവും വീണ്ടും ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് അവൾ ടൗണിൽ നിന്ന് രക്ഷപ്പെട്ടതും ഈ ലൈറ്റ് ഹൗസ് വഴിയല്ലായിരുന്നോ? എന്നാൽ പിന്നീട് ശ്രമിക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പലരുടെയും ഡെസ്റ്റിനി. അവർ ഈ ഫാറവേ ട്രീയിലേക്ക് കയറിയാൽ എത്തപ്പെടുന്നത് എവിടേക്കാണെന്ന് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ജിം മരിച്ചെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി നാളെ മക്കൾ കൂടി അപകടത്തിലേക്ക് ചെന്നപ്പെടുന്ന കണ്ട് വെറുതെ ഇരിക്കാൻ അവൾ തയ്യാറല്ല. അങ്ങനെ തബീത്തയിൽ പുതിയ ചില ചിന്തകൾ വരുമ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ അമ്മയും മകനും ഒരു ക്വസ്റ്റിലാണ്, അന്വേഷണത്തിൽ. അപ്പോൾ മോളോ? ജൂലിയും ഒട്ടും മുന്നോട്ടല്ല. അവൾ അവളുടെ പുതിയ കഴിവിനെ ചുറ്റിപ്പറ്റിയുള്ള തിരച്ചിലാണ്. ഈതന് സ്റ്റോറി വാക്കിങ്ങിനെ കുറിച്ച് അറിവ് വന്നത് അവൻ്റെ സ്റ്റോറി ബുക്കിൽ നിന്നല്ലേ? ആ ബുക്സ് കണ്ടെത്താനായാൽ എന്തെങ്കിലും പുതിയ വിവരം ലഭിച്ചാലോ? ഒരു സ്റ്റോറി വാക്കർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെന്നും അത് മനസ്സിലാക്കി സ്വയം മരണപ്പെടാതെ അച്ഛനെ രക്ഷിക്കാനുള്ള പ്രതീക്ഷയിൽ അവരുടെ തകർന്നു കിടക്കുന്ന വീട്ടിലേക്ക് കയറിക്കൂടാനുള്ള ശ്രമമാണ്. അതിൽ ഈതൻ്റെ സ്റ്റോറി ബുക്കുകളുണ്ട്. ആയുധപ്പുരയിൽ നിന്ന് കയറും മറ്റും എടുത്തിറങ്ങുമ്പോൾ റാൻഡൽ അവനിവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ജൂലി ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വെച്ച് വീണ്ടും ആ റൂയിൻസിലേക്ക് ഒറ്റയ്ക്ക് പോയി അപകടം കാണാൻ വരുത്തി വയ്ക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല. സ്റ്റോറി ബുക്കിൻ്റെ പിറകെയാണെന്നറിഞ്ഞ് റാൻഡൽ ആദ്യം ഈ കുട്ടികളുടെ ബുക്ക് വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് കൊച്ചാക്കി സംസാരിക്കുന്നെങ്കിലും അറിയാലോ
ഇവിടെ വരും മുന്നേ മോൺസ്റ്ററുകൾ കുട്ടികളെ പേടിപ്പിക്കാനുള്ള ഒരു കള്ളക്കഥ മാത്രമാണെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഒന്നിനെയും കൊച്ചായി കാണാൻ പറ്റില്ല. അങ്ങനെ തകർന്ന വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ജൂലിക്കുണ്ടാക്കുന്നത് ജിം വന്ന് കുടുങ്ങി കിടന്നപ്പോഴുള്ള ചില ഓർമ്മകളാണ്. അന്ന് ആ സന്ധ്യ ഭയങ്കരുന്ന സമയത്ത് ജൂലി ഇടയിലൂടെ ഇരുന്ന് സംസാരിച്ചു. ജിം സേഫാണെന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ അയാൾ ഒന്നും സംഭവിക്കില്ലെന്നും പേടിക്കേണ്ടതെന്നും ധൈര്യം നൽകി. പക്ഷേ ഇപ്പോൾ ആളില്ല. സങ്കടം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ്. റാണ്ടൽ അവളോട് എന്തായാലും നീ ഇതിലേക്ക് കയറണ്ട, പൊളിഞ്ഞന്ന് ഞാനിതിൽ പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ നോക്കി കയറാമെന്നങ്ങനെ അവനുള്ളിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ ഡൈനറിൽ നിന്ന് സോഫിയ കെന്നി എത്തിക്കുന്നത് പള്ളിയിലേക്കാണ്. ജൂലിയെ അങ്ങനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതിൽ അവന് നല്ല നീരസമുണ്ട്. ആൾക്കാരെല്ലാം പ്രതീക്ഷകൾ കൈവിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉത്കണ്ഠാകുലരായി നിൽക്കുന്ന ഈ സമയത്ത് സംസാരിക്കുന്നതും ഇടപെടുന്നതും വളരെ സൂക്ഷ്മമാണെന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന പോലെ തോന്നിയാൽ അതവരെ കൂടുതൽ തളർത്തുകയുള്ളൂ എന്നും അവളോടെ പറഞ്ഞു കൊടുക്കുന്നു. സോഫിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അയ്യോ അങ്ങനെ പറഞ്ഞല്ല, ഒരു പ്രചോദനം നൽകാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അവളത് തെറ്റെടുത്തതാണെന്ന് അതിനെ വ്യക്തമാക്കുന്നു. എന്തായാലും സോഫി ഇനി ഒരു താമസ സ്ഥലത്തേക്ക് മാറേണ്ടതുണ്ട്. ക്ലിനിക്കിൽ കഴിയാൻ സൗകര്യമൊന്നുമില്ല. കെന്നിയോട് നീ എവിടെ താമസിക്കുന്നതെന്ന് ഇതിനിടെ സോഫി ഒരു കൊളുത്തിടുന്നുണ്ട് കേട്ടോ. അവനവൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം കോളനി ഹൗസിലേക്ക് മാറിയിരുന്നല്ലോ. കാരണം അത്രയും നാൾ നിന്ന ആ വീട് ഇനിയൊരു വീടായി തോന്നുന്നില്ലെന്ന ദുഃഖത്തിലും ജിമ്മിനും കുടുംബത്തിനും വീട് നഷ്ടപ്പെട്ട സാഹചര്യത്തിലും. പക്ഷേ സോഫിയയ്ക്ക് കോളനി ഹൗസിൽ ആൾക്കാർ കുറേ ഉള്ളതുകൊണ്ട് നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് റൂട്ട് പോകുന്നത് സേറയിലേക്കാണ്. അവൾ തന്നോട് സംസാരിച്ചപ്പോൾ വളരെ സഹാനുഭൂതി ഉള്ളതായി തോന്നിയെന്നൊക്കെ പറയുന്നതും കെന്നി അത് മുളയിലേ നുള്ളാൻ ശ്രമിക്കുന്നു. സേറ ചെയ്ത അക്രമങ്ങൾ ഇവിടെ പലരും പറഞ്ഞു കേട്ടതായി സോഫി പറയുന്നെങ്കിലും അവൾക്ക് സേറെ വിശ്വാസമുണ്ടെന്ന് നിൽക്കുവാണ്. പക്ഷേ കെന്നി താക്കീത് കൊടുക്കുന്നുണ്ട്, അവൾ നിനക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. തീർച്ചയായും സ്വന്തം അച്ഛനെ കൊന്നവളോട് പുറത്തെങ്കിലും ആ ഒരു വേദന അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ബോയ്ഡ് ഇപ്പോൾ ഫ്രീ ആണ്. അയാൾ അക്കോസ്റ്റിക് അടുത്തേക്ക് എത്തി അവൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആണെന്ന് മനസ്സിലാക്കി സർക്കാസ്റ്റിക്കായി, വെടിയുണ്ട് ഇനിയും വേണമെന്നുണ്ടോ നിനക്ക്? എങ്കിൽ തരാം, പക്ഷെ അതിനു മുമ്പ് നിന്നെക്കൊണ്ട് എനിക്കൊരു പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ടൗണിൽ വന്നു പോയവരുടെയും നിൽക്കുന്നവരുടെയും ആവശ്യ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഡൈനറിലെ സ്റ്റോറേജ് റൂമിലാണെന്നറിയാലോ. എന്നാൽ ഒരാവശ്യവുമില്ലെന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു ഷെഡുണ്ട്, ആർക്കും വേണ്ടാത്തതെന്ന പോലുള്ള കൽക്കെട്ടിടം. അവിടേക്കാണ് അക്കോസ്റ്റി എത്തിക്കുന്നത്. ഉദ്ദേശം അവളൊരു പോലീസല്ലേ, ബോയ്ഡിനേക്കാൾ പല കാര്യങ്ങളിലും ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവൾ. ഇതൊരു ക്രൈം സീനാണെന്ന് സങ്കല്പിച്ച് സകലത മരിച്ചു പെറുക്കി എന്തേലും കണ്ടുപിടിക്കാൻ പറയുവാണ്. അതും രക്ഷപ്പെടാൻ ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കുന്ന എന്തും. കാരണം ബോയ്ഡിന് അങ്ങനെയൊന്നും അയാളുടെ കഴിവെച്ച് ഇവിടെ കണ്ടെത്താനായിട്ടില്ല. ഇങ്ങനൊരു ഉദ്യമം തന്നെ ഏൽപ്പിക്കുന്നതിൻ്റെ റിയൽ റീസൺ അക്കോസ്റ്റ പലതവണ ചോദിക്കുന്നതിനെ തുടർന്ന് ബോയ്ഡ് വെളിവാക്കുന്ന ഒരു കാര്യം, അക്കോസ്റ്റയുടെ ഇന്നലത്തെ ആ പ്രവൃത്തി അയാളിൽ മറ്റൊരാളെക്കുറിച്ചുള്ള ഓർമ്മ വരുത്തിയെന്നും അന്ന് ആ വ്യക്തിയെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിന്നെങ്കിലും വഴിതെളിക്കാൻ ശ്രമിക്കാമെന്നങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് ആബിയെക്കുറിച്ചാണ് പറഞ്ഞത്, ബോയ്ഡിൻ്റെ വൈഫ്. അന്ന് അവരും ഇതുപോലെ മാനസിക നില തെറ്റി ഓരോന്ന് ചെയ്തു കൂട്ടിയതല്ലേ. രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് മരണത്തിൽ ചെന്ന് അവസാനിച്ചെന്ന് അക്കോസ്റ്റ പറഞ്ഞതിൽ ആബിയും ഒരാളാണ്. അന്ന് എല്ലിസ് അമ്മയുടെ മാറ്റം കണ്ട് ബോയ്ഡിനോട് പലതവണ വന്നിരുന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടും അയാളത് ഗവനിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആത്മഹത്യാ പ്രവണതയിൽ നിൽക്കുന്ന അക്കോസ്റ്റയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുമ്പോൾ ഒരുപക്ഷെ അവളുടെ മനസ്സ് മറന്നേ മാറട്ടെ എന്ന് കരുതിയാവും. ചിലപ്പോൾ എന്തെങ്കിലും പിടിവെള്ളി കിട്ടിയാലും നല്ലതല്ലേ, കാരണം ടൗണിലെത്തിയിരിക്കുന്ന ആദ്യത്തെ പോലീസുകാരി കൂടിയല്ലേ അക്കോസ്റ്റ. ജൂലിയെ പുറത്തു നിന്ന് നോക്കാൻ ഏൽപ്പിച്ച് റാണ്ടൽ ആ തകർന്ന വീട്ടിലേക്ക് കടക്കുവാണ്. ജൂലിയുമായി സംസാരിച്ച് ഉള്ളിലേക്ക് നീങ്ങുന്നതും അന്ന് ഇവൻ വന്ന ബസ്സിലുണ്ടായിരുന്ന ഒരു പാവത്തനാണ്. കെട്ടിടം തകർന്നപ്പോൾ സംഭവിച്ച പരിക്കിൽ മോൺസ്റ്ററുകൾ വരും മുന്നേ പാവം മരണപ്പെട്ടു പോയിരുന്നു. വൈകാതെ ജൂലി പറഞ്ഞ പോലെ ഈതൻ്റെ ഒരു നീല ബാഗ് കണ്ടെടുത്ത് അതിലെ കഥാബുക്കുകൾ ക്രോമനോക്കളും ഗൂളിഗോഗും വായിച്ച് അത് തന്നെയെന്ന് ഉറപ്പുവരുത്തി തിരിച്ച ശവത്തിൻ്റെ മേലെ കയറുന്നതും സമ്മതിക്കില്ല. പുറത്തു നിന്ന് എന്തുപറ്റിയെന്ന് ജൂലി വയ്ക്കുന്നുണ്ട്. ഒരെലിയെ കണ്ട് പിടിച്ചെന്ന് എങ്ങനെ പറയും? അങ്ങനെ അവൻ ബുക്കുമായി ഇറങ്ങുമ്പോൾ താബീത്തിയുടെ മനസ്സിൽ പുതിയ ചിന്തകൾ വന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ. അവർ നേരെ കോളനി ഹൗസിലേക്ക് എത്തി ഡോണയെ തേടുന്നെങ്കിലും കാണുന്നില്ല. അവരുടെ മുറിയിലെ ഒരു കത്ത് വെച്ച് തിരികെ ഇറങ്ങി ചെല്ലുന്നത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ കറങ്ങി നടക്കുന്ന ഹെൻറിക്ക് മുന്നിലേക്കാണ്. ഡോണ ടൗണിലേക്ക് പോയിരിക്കുകയാണെന്ന് അറിയിച്ച് ഹെൻറി അവളുടെ ചുറ്റുപാട് തിരക്കുന്നു. എല്ലാം ഓക്കെയാണെന്ന് പറയുന്നതിലും അയാൾക്കറിയാം എന്താണ് താബീത്തിലുള്ള സംഘർഷാവസ്ഥയെന്ന്. ഒന്നുമില്ലെങ്കിലും ഭാര്യയും മക്കളെയും നഷ്ടപ്പെട്ട് കുറേ കാലം ഒറ്റയ്ക്ക് വേന നിന്നാളല്ലേ ഹെൻറി. താബീത്ത ഇപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ലെന്നും തിരിച്ചു പോകവേ ഹെൻറിയും കൂടെ നടക്കുമ്പോൾ തിരികെ വീട്ടിലേക്കെന്നാണ് പറഞ്ഞതെങ്കിലും വീണ്ടും ലൈറ്റ് ഹൗസിലേക്ക് പോകാനുള്ള ചിന്തയാണെന്ന് മനസ്സിലാക്കുന്നു. അവൾ ഒരിക്കൽ പോയിട്ടുള്ളതാണ് ശരി തന്നെ, പക്ഷേ ഡെയിലി ഒരിക്കൽ പോകാൻ ശ്രമിച്ച് സ്വിമ്മിംഗ് പൂളിൽ സ്റ്റക്കായതെക്കുറിച്ച് സംസാരിച്ച് ഇതൊക്കെ വലിയ അപകടമാണെന്ന് ഹെൻറി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിലും നടപ്പോഷമല്ല. അവൾക്ക് ലൈറ്റ് ഹൗസ് കണ്ടെത്തി എങ്ങനെയും മക്കളെ കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചിന്ത. മുന്നേ ഡൈനറിൽ വെച്ച് ജൂലി കൺട്രോൾ വിട്ടതോടെ അവൾക്ക് ഈ ടൗണിൽ നിൽക്കാനേ പറ്റില്ലെന്ന സാഹചര്യമാണ്. പിറകോട്ടില്ലെന്ന് കണ്ട് ഹെൻറി എന്നാൽ പിന്നെ ഞാനും വരികയാണ്. എൻ്റെ ഭാര്യ മരിക്കാൻ കാരണമായ ആ ബോട്ടിൽ ട്രീ എനിക്കും കാണണമെന്ന് ഒറ്റക്കാലിൽ നിൽക്കുവാണ്. ആ സെൻറ്റിമെൻറ്റ്സിൽ അങ്ങനെ ഇരുവരും ഇറങ്ങുമ്പോൾ ഫാത്തിമ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ ഈ നടന്ന സംഭവം ഒരു വൺ ട്രോമ തന്നെയാണ്.
പക്ഷേ അടക്കി വയ്ക്കാൻ അവൾ പരമാവധി ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി ഒരു റിലീഫിന് വേണ്ടി എല്ലിസ് എന്ത് ചെയ്യുന്നു, ഒരു ബേസ്ബോൾ ബാറ്റും കമ്പിപ്പാരയും എടുത്ത് അവളെ ആ കാറുകൾ കിടക്കുന്ന ഡംപ് ഏരിയയിലേക്ക് കൊണ്ടുവരുന്നു. മുന്നേ ആബിയുടെ മരണത്തിൽ ഡിപ്രഷനിലായിരുന്ന എല്ലിസിനെ തിരിച്ചു കൊണ്ടുവന്നത് ഫാത്തിമയുടെ സ്നേഹമാണ്. അതുകൊണ്ട് ഇപ്പോൾ തൻ്റെ വീടമെന്ന് പറഞ്ഞ് ഫാത്തിമയുടെ ഉള്ളിലെ ക്രോധം പ്രകടിപ്പിക്കാൻ ബേസ്ബോൾ ബാറ്റ് കൊടുക്കുന്നതും അവൾ ആ ദേഷ്യം അവിടെ അടിച്ചു തീർക്കുവാണ്. എന്താശ്വാസം. എന്നാൽ അവൾക്ക് ഇതിനിടെ എൽജിനെ കൊണ്ട് ചില രഹസ്യ പരിപാടികളുണ്ട്. കോളനി ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നേരം ഫാത്തിമയുടെ നിർദ്ദേശപ്രകാരം എൽജിൻ്റെ ഒരു ബോക്സുമായി പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു. ലേക്ക് ഓഫ് ടീയേഴ്സ്. ജെയ്ഡിന് അതേക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ വേണം. ഈതൻ അവൻ്റെ വിരലിൽ അണിയുന്ന കളിപ്പാവുകൾ വെച്ച് മെനഞ്ഞെടുത്ത കഥയിലെ ഒരു എലമെൻ്റാണ് ഈ ലേക്ക് ഓഫ് ടീയേഴ്സ്. അത് കണ്ടുപിടിക്കാനാണ് ജിം പറഞ്ഞെന്ന് അറിയിക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ ഈതൻ്റെ സംശയം അത് തൻ്റെ ഭാവന തന്നെ ആയിരുന്നോ, അതോ അങ്ങനെയൊരു സ്ഥലം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിലോ? മുന്നേ തബീത്ത കൊച്ചിലെ കണ്ട സ്വപ്നങ്ങൾ ആ ചുവന്ന പാറകൾക്കിടയിലൂടെ വന്നൊളിച്ചിരിക്കുന്നത് അത് സത്യമാണെന്ന് നമ്മളിപ്പോൾ കണ്ടില്ലേ. ഓർമ്മയിൽ മൂടപ്പെട്ട ആ സ്വപ്നം പോലെ ആയിരിക്കാം ഈതൻ ആ ലേക്ക് ഓഫ് ടീയേഴ്സ് എന്നിങ്ങനെ കൺഫ്യൂസ്ഡായ ജെയ്ഡുമായി കാട്ടിലൂടെ പറന്നു നടക്കുകയാണ് വിക്ടർ ആ ഒരു കാഴ്ച കാണുന്നത്. ഭീകരമായൊരു സംഭവം. അത് കണ്ടവൻ നിന്നനിപ്പി പെടുക്കുവാണ്. അത്രയ്ക്കും വലിയ പേടി വിക്ടറിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല. എന്താണ് വിക്ടറിനെ അത്രയ്ക്കും ഭയപ്പെടുത്തിയിരിക്കുന്നത്? നോക്കുമ്പോഴോ ആ മഞ്ഞ വസ്ത്രം, മാനിനിയല്ലോ അഴിച്ചിട്ട് പോയ ആ ഡ്രസ്സ്. പൊടുന്നനെ ഒരു കാലൻ കാക്ക വന്ന് കരയുന്നതും പെടുത്ത പാതി പെടുക്കാത്ത പാതി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ വിക്ടർ തകർത്തോടുവാണ്. മാനിനിയല്ലോയുടെ സാന്നിധ്യം അവന് മനസ്സിലായിരിക്കുന്നു. എന്നാൽ ആ സാന്നിധ്യം ടൗണിന് എത്ര കൂടി അപകടമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് എന്നതിൻ്റെ തെളിവാണ് വിക്ടർ നിന്ന നിപ്പിൽ മുള്ളിപ്പോയിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത്. ആ വസ്ത്രത്തിൻ്റെ നാഥനെ നോക്കിയാലോ. സോഫിയൊടുവിൽ കെന്നിയുമായി സേറയുടെ വീട്ടിലേക്ക് വരികയാണ്. അവളുടെ ഇഷ്ടം സേറയുമൊത്ത് കഴിയാനാണെന്ന് മനസ്സിലാക്കി കെന്നി സേറയെ വിളിച്ചിട്ട് ഇതേക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സേറയ്ക്ക് ഇത്തിരി അമ്പരപ്പുണ്ട്. കുറച്ചു നേരമേ സോഫിയുമായി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത്ര പെട്ടെന്ന് താൻ അവളുടെ ഇഷ്ടക്കാരിയായോ? എന്തായാലും സേറയുടെ കൂടെ താമസമാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് സോഫിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നെങ്കിൽ. അടക്കി വെച്ചിരുന്ന ദേഷ്യം തീർക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഫീലിങ്ങിൽ തിരികെ കോളനി ഹൗസിലേക്ക് എത്തവേ ഫാത്തിമ ഒന്ന് മയങ്ങാനായി പോകുമ്പോൾ എല്ലിസ് തയ്യാറെടുപ്പുകൾക്ക് പോവുകയാണ്. കാരണം ഡോണ പറഞ്ഞിരുന്നു നാളെ ഫുഡ് സപ്ലൈസിന് വേണ്ടി പോകാനുള്ള ദിവസമാണെന്ന്. അതിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി അവനും പോകുമ്പോൾ അതിനി എന്തൊക്കെയാണ് നടക്കാൻ പോവുക. എന്നാൽ ഫാത്തിമ എൽജിനെ വെച്ചിട്ടുള്ള രഹസ്യപ്പണി എന്തോ വിയേഡാണല്ലോ. അവനെക്കൊണ്ട് ആ ബോക്സിലെ എടുപ്പിക്കുന്നത് മണ്ണാണ്. അത് ഉള്ളിലെ മുറിയിലേക്ക് കൊണ്ട് തട്ടുമ്പോൾ എന്താണ് ഫാത്തിമയുടെ അടുത്ത ഉദ്ദേശമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഹെൻറി ഫൈനലി ആ റിയൽ ബോട്ടിൽ ട്രീ നേരിൽ കാണുവാണ്. മിറണ്ടയുമൊത്ത് നിർമ്മിച്ച അതേപോലെ തന്നെ. ഒരു കാര്യം ഒഴിച്ച് ആ മരത്തിലുള്ള കവാടം, അതിലൂടെയാണ് ടെലിപോർട്ടേഷൻ നടക്കുന്നത്. വിക്ടർ മിറാണ്ടയുടെ കല്ലറ കാണിച്ചു തന്നിരുന്നു. എന്നാൽ മരിച്ച ഈ ഒരു സ്ഥലം അവന് കാണിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തബീത്ത കാണിച്ചതിൻ്റെ ആ വികാരത്തിൽ നിൽക്കെ അവൾ നേരെ മരത്തിനുള്ളിലേക്ക് കയറാൻ ഒരുങ്ങുവാണ്. എന്നാൽ ഹെൻറി ശക്തമായി തടയുന്നുണ്ട്. പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നെന്ന് പറയുന്നു. എന്നാൽ എവിടെയെങ്കിലും പോയി സ്റ്റക്കായി ശ്വാസം വിടാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ പിന്നെ ജൂലിക്കും ഇതിനും ആരാണുള്ളത്? ഇത് കേൾക്കുന്ന താബീത്ത ആകെ കൺഫ്യൂസ്ഡാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികളെ നോക്കണമെന്നുള്ള കുറിപ്പാണ് ഡോണയുടെ മുറിയിൽ വെച്ചത്. അവർ കുട്ടികളെ നോക്കുമെന്നും തനിക്കിനിയും ഒന്നും ചെയ്യാതെ നിൽക്കാൻ കഴിയില്ലെന്നങ്ങനെ അവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കെ ഹെൻറി പൊത്തിനു മുന്നിൽ നിന്ന് തന്നെ താണ്ടിയേ പോകാൻ കഴിയൂ എന്ന് നിൽക്കുന്നു. ഇന്നേരം തൊട്ടപ്പുറത്തായി അവളൊരു കാഴ്ച കാണുവാണ്. ആ ബോയ് ഇൻ വൈറ്റ് വീണ്ടും പ്രത്യക്ഷനായിരിക്കുന്നു. എന്നാൽ അവിശ്വസനീയമാം വിധം മുന്നേ കണ്ടതിൽ വെച്ച് അവൻ വല്ലാണ്ട് വളർന്നിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നെങ്കിലും അത് ശരിയായ ചോദ്യങ്ങളല്ലെന്ന് ബോയ് ഇൻ വൈറ്റ് സൂചിപ്പിക്കുകയാണ്. ബോട്ടിൽ ട്രീയിലൂടെ തബീത്തയ്ക്ക് ഇനി ആ ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നത് തബീത്തയ്ക്കൊരു ഞെട്ടലാണ്. അതെന്താണ് അതിൻ്റെ റീസൺ? കടങ്കഥ പോലെ പറയാതെ വ്യക്തമായി പറയുന്ന അവൾ നിൽക്കെ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ്. നിങ്ങൾ രക്ഷപ്പെടാൻ വളരെ വളരെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇനി സമയം ഒട്ടുമില്ല. ഈ ഒരു അമ്പരപ്പിൽ നിൽക്കുകയാണ് ഈതൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഇതിനോടകം ബോയ് ഇൻ വൈറ്റ് അപ്രത്യക്ഷമാവുമ്പോൾ വിക്ടറെ വിളിച്ചോടി ഒടുവിൽ ഈതനും ജെയ്ഡും കണ്ടെത്തുമ്പോൾ അവനൊരു മരത്തിന് ചുവട്ടിൽ ചുരുണ്ടുകൂടി ഭയന്നിരിക്കുവാണ്. വൈകാതെ അവിടേക്ക് താബീത്തയും ഹെൻറിയും ഓടിയെത്തുമ്പോൾ വിക്ടർ ഇരുന്ന് പിറുപിറുക്കുന്നത് ശ്രദ്ധിച്ചാൽ അതിങ്ങനെയാണ്. ഇതൊന്നും സത്യമല്ലെന്ന് അവൻ സ്വയം പറഞ്ഞു നടന്നായിരുന്നു ഇത്രയും കാലം. മാനിനിയല്ലോ എന്നത് അവൻ മറക്കാൻ ശ്രമിച്ചൊരു സത്യമായിരുന്നു. ഇപ്പോൾ വീണ്ടും കാണുമ്പോൾ അത് സത്യമാണെന്നുള്ള ഭയത്തിൽ പേടികൊണ്ട് പൊട്ടിക്കരയാണ് അവൻ. എന്താണെന്ന് പോലും അറിയാതെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹെൻറിയും. എന്നാൽ മുന്നേ ഡ്രഗ് ചോദിച്ച ജെയ്ഡ് അവിടെ ഒരു പ്രധാന സംഭവം കണ്ടെത്തുവാണ്. മഷ്റൂംസ്. എന്താണ് അതിൻ്റെ ഗുണമെന്നല്ലേ? ജെയ്ഡ് ലഹരി തലയ്ക്ക് പിടിച്ച് മുന്നേ മിറണ്ടയ്ക്ക് സംഭവിച്ച പോലെ അവൻ്റെ മൈൻഡിൽ ലോക്കായി കിടപ്പുള്ള മെമ്മറീസ് ഓർത്തെടുക്കാനുള്ള ഒരു വഴി നോക്കി നടന്നായിരുന്നില്ലേ? ഇതിപ്പോൾ അവൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെയാണ് കാര്യങ്ങൾ. എന്നാൽ ഈ ടൗണിൽ നാട്ടുകാരുടെ ജീവിതം ഒരിക്കലും സുഖമായിട്ടില്ല. അതുകൊണ്ട് ഇനി ഈ മഷ്റൂംസ് ജെയ്ഡിന് കിക്ക് വരുത്തുവോ അതോ അവൻ്റെ വയറ്റിന് പ്രശ്നം വരുത്തുവോ എന്ന് കണ്ടറിയാം. മഷ്റൂം എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടേൽ ഇതേത് ടൈപ്പ് മഷ്റൂം ആണെന്നൊന്ന് പറഞ്ഞേക്കണേ. തലയ്ക്ക് പിടിക്കുന്നതാണോ വയറ്റിന് പിടിക്കാത്തതാണോ അതിന് കൊല്ലാൻ തക്ക വിഷമുള്ളതാണോ എന്നൊക്കെ. അപ്പോൾ ബോയ്ഡ് അക്കോസ്റ്റയെ പുതിയൊരു ദൗത്യം ഏൽപ്പിച്ചു. അവൾ ആബിയുടെ ഓർമ്മ തൻ്റെ മൈൻഡിലേക്ക് വരുത്തിയത് കൊണ്ട്
ഖബറിൽ പോയി കുറച്ചു നേരം ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുമെന്ന് കരുതിയാണ് ബോയ്ഡ് അവിടേക്ക് എത്തുന്നത്. നിലവിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അവിടെ സമാധിയായിരിപ്പുള്ള ആബിയോട് പറയുകയാണ്. താനിപ്പോൾ പഴയ പോലെയല്ല, വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ പാടില്ലാത്തത് പറയുന്നു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ തോന്നുന്നു. എന്നാലും ജെയ്ഡും തബീത്തയും പറയുന്ന ഒരു വഴി, അത് കേട്ടിട്ട് ഇതുവരെ തോന്നുന്നതൊരു പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും നടക്കുമെന്ന്. നീ ഇതൊന്നും കേൾക്കുന്നില്ലെന്നും നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും അറിയാം എന്ന് പറഞ്ഞു നിൽക്കെ പൊടുന്നനെ ആ ഖബറിൽ നിന്നും വന്ന കൈ ബോയ്ഡിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ വലിച്ചെടുത്ത് മാറി നിൽക്കുന്ന ബോയ്ഡും. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ കൈ തീർച്ചയായും ആബിയുടേത് തന്നെയാണ്. എന്നാൽ ഇത് റിയലാണോ അതോ ടൗണിലുള്ളവർക്ക് വരുന്ന ഹാലൂസിനേഷൻസ് പോലെയാണോ? ബോയ്ഡിൻ്റെ സംസാരം നോക്കിയാൽ ആൾ വീണ്ടും ശക്തനായി വരുന്നത് പോലെയാണ്. ഇനി ഇത് മനസ്സിലാക്കി ടൗൺ വീണ്ടും ആബിയുടെ പ്രയത്തെ മുൻനിർത്തി ബോയ്ഡിനെ കുഴപ്പമുള്ള ശ്രമമാണോ? മുന്നേയും പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് കാട്ടിൽ വെച്ച് വലയ്ക്കുള്ള ആബിയെ കണ്ടത് മാത്രമല്ല, ആർവിയിൽ ട്രാപ്ഡായ ആ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടത്. അന്നും ഇതുപോലെ മോൺസ്റ്റേഴ്സ് അടുത്തേക്ക് വരും മുന്നേ ജിമ്മിനെയും ഡോണയും ആർവിയിൽ നിന്ന് പുറത്തേക്ക് വിട്ടു നിൽക്കെ വാഹനത്തിനുള്ളിൽ ആബി പ്രത്യക്ഷപ്പെട്ടു. ബോയ്ഡിനെ വിളിച്ചിട്ട് തൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ് അങ്ങനെ നിൽക്കെ ഒരു മോൺസ്റ്റർ പുറത്ത് ആക്രോശിക്കുന്ന കേട്ട് തിരിഞ്ഞതും അവൾ അപ്രത്യക്ഷമായിരുന്നു. ഇനി ഇതെങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനായി മാറിയെന്നറിയണ്ടേ? അന്ന് ആ ആക്രോശം കേട്ട് ബോയ്ഡ് തിരിഞ്ഞു നോക്കി. എന്നാൽ ആ ആക്രോശം എന്തിൻ്റേതായിരുന്നു എന്നറിയാമോ? കഴിഞ്ഞ എപ്പിസോഡിൽ ജൂലിയെ പിടിച്ചു വീഴ്ത്തി മോൺസ്റ്റർ ഉഗ്രരൂപം എടുക്കാൻ പോകുമ്പോഴുള്ളതാണെങ്കിലോ? ജൂലി റോയിൻസിലൂടെ സ്റ്റോറി വാക്കിംഗ് നടത്തിയപ്പോൾ അവൾ ഈ ഒരു സന്ദർഭത്തിലെത്തിയില്ലേ? ജിമ്മിനെ വിളിച്ചടുത്തേക്ക് ഓടിയെങ്കിലും അയാൾ ഇതിനോടകം വാനിനടുത്തേക്ക് എത്തിയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് അവിടെ ബോയ്ഡ് മാത്രമാണ്. ബോയ്ഡ് ജൂലിയുടെ ശബ്ദം കേൾക്കാൻ നല്ല സാധ്യതയുള്ള സമയത്താണ് അവിടെ ആബി പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപക്ഷെ ആബി ആ സമയത്ത് ഡിസ്ട്രാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ബോയ്ഡ് ജൂലിയെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നേനെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനു മുന്നിൽ അവൻ്റെ പ്രിയപ്പെട്ട ജിം പ്രത്യക്ഷപ്പെട്ടതും ഒരുപക്ഷെ മറ്റൊരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കുമെന്ന് തോന്നുന്നതിലും വലിയ തെറ്റൊന്നുമില്ല. കാരണം അവൻ റേഡിയോയിലൂടെ തോമസിനോട് സംസാരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടേക്ക് എത്തിയത്. എന്നാൽ തിരിച്ചിറങ്ങിയ വഴിക്കാണ് ജിം പ്രത്യക്ഷനായതും അയാൾ മകന് പുതിയൊരു ദൗത്യം നൽകുന്നത്. ചിലപ്പോൾ റേഡിയോ വെച്ചിട്ട് എന്തെങ്കിലും വഴി കണ്ടെത്തുമെന്നുള്ളതുകൊണ്ട് വഴിതെറ്റിക്കാൻ നോക്കിയതാണെങ്കിലോ ലേക്ക് ഔട്ടേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്. ചിന്തിക്കാനാണെങ്കിൽ ഇങ്ങനെ വരിക്കൂട്ടാൻ കുറേ ഉണ്ട്, റാണ്ടലിൻ്റെ കാര്യം ഉൾപ്പെടെ. അവൻ ഒന്നല്ല 2 തവണ രാത്രി ഒരു ടാലിസ്മാൻ്റെ സഹായമില്ലാതെ പെട്ടുപോയതാണ്. തബീത്ത തിരികെ ആംബുലൻസിൽ എത്തിയ സമയത്തും ഈ ആർവിയിൽ നിന്ന് ചാടിപ്പോയ സമയത്തും. ഈ 2 തവണയും മോൺസ്റ്റർ അവനെ വിട്ടുകളഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കഴിഞ്ഞ എപ്പിസോഡിലെ സ്റ്റോറി വാക്കിങ്ങിൽ ഒരു കളി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ നേഴ്സ് വസ്ത്രം ധരിച്ച മോൺസ്റ്റർ ജൂലിയുടെ മുടിക്ക് പിടിച്ച് വീഴ്ത്തി അങ്ങനെ നിൽക്കെ അവൾ അവിടെ വെച്ച് റാൻഡലിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ജൂലി സ്റ്റോറി വാക്കിംഗ് ചെയ്തതിൻ്റെ പിന്നിൽ റാൻഡലാണെന്ന് ഈ മോൺസ്റ്റേഴ്സിന് അന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം അവനെ വെച്ചെന്തോ ഒരു ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടി അന്ന് വെറുതെ വിട്ടത്. അതുപോലെ തന്നെ സീസൺ 3 ആവർത്തിച്ചതും. ഞാൻ പറയുന്നത് ഫ്യൂച്ചർ ജൂലി വന്നപ്പോൾ മുടി വെട്ടിക്കളഞ്ഞിരുന്നത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഈ ഒരു പിശാചിങ്ങനെ വലിച്ചുകൊണ്ടിരുന്നതായിരിക്കും. ആദ്യ 2 എപ്പിസോഡിലെ അപേക്ഷിച്ച് ഈ എപ്പിസോഡിൽ വലിയ സംഭവം നടന്നതായി തോന്നിയില്ല. പകരം ഭീകരതയ്ക്ക് മുന്നിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് അത് തോന്നുന്നത്. അപ്പോൾ പുതിയ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. ഡെയർഡെവിളിൻ്റെ ഒരു ഉജ്ജ്വലൻ എപ്പിസോഡുമായി സീ യു സൂൺ ലവ്ലേസ്.